നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. മഹാരാഷ്ട്രയിൽ അമിത്ഷാ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അവിടെ ശിവസേന ഉദ്ധവ് വിഭാഗത്തിനെ പരസ്യമായി കളിയാക്കിക്കൊണ്ട് പറഞ്ഞിരിക്കുകയാണ്, ബാൽ താക്കറെയുടെ മകൻ ഇപ്പോൾ എന്തു പറ്റി, ബാൽ താക്കറെ സ്ഥാപിച്ച സ്ഥാപനം എങ്ങനെയാണ് ഞങ്ങൾ ഊറ്റിയെടുത്തതെന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ എന്ന മട്ടും ഭാവവുമായിരുന്നു. അതായത് ബാൽ താക്കറയുടെ ശിഷ്യനായിരുന്ന ഉദ്ധവ് താക്കറെയുടെ ഉറ്റ സുഹൃത്തായിരുന്ന ഏകനാഥ് ഷിൻഡെ എങ്ങനെയാണ് ശിവസേനയെ മൊത്തത്തിൽ ഊറ്റിയെടുത്തത്. ഷിൻഡെയുടെ കൂടെയാണ് ഇപ്പോൾ ഭൂരിപക്ഷം MLA-മാരും. 56 MLA-മാർ ഷിൻഡെയ്ക്കൊപ്പം ജയിച്ചു വന്നതിൻ്റെ കൂടെ 20 MLA-മാരിൽ ഉദ്ധവ് പക്ഷത്തോടൊപ്പം ഉണ്ടായിരുന്നവരിൽ 2/3 ഷിൻഡെയോടൊപ്പം ചേർന്നിരിക്കുന്നു. അങ്ങനെ ഷിൻഡെ വിഭാഗത്തിന് 70-ൽ കൂടുതൽ MLA-മാരുടെ പിന്തുണ ഉണ്ടായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഉദ്ധവിൻ്റെ പാർട്ടി ഇപ്പോൾ വെറും കറിവേപ്പലയായി കഴിഞ്ഞിരിക്കുന്നു. പ്രതിപക്ഷത്തിരിക്കാനുള്ള യോഗ്യത പോലും മഹാരാഷ്ട്രയിൽ ഇപ്പോൾ ഉണ്ടായിട്ടില്ല. ഇനി പലതും സംഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. ഇത് പറഞ്ഞു വയ്ക്കുന്ന ഒരു ദ്വയാർത്ഥമുണ്ട്. അതായത് ഏകനാഥ് ഷിൻഡെയുടെ പാർട്ടിയെ വളരെ വൈകാതെ BJP-യിലേക്ക് മെർജിപ്പിക്കാനുള്ള തന്ത്രങ്ങളും അണിയറയിൽ ആവിഷ്കരിക്കുന്നുണ്ട്. ഏകനാഥ് ഷിൻഡെയ്ക്ക് ബോധ്യപ്പെടാത്ത കാര്യമൊന്നുമല്ല. അങ്ങനെ സംഭവിച്ചുകൊണ്ട് ശിവസേനയെ മഹാരാഷ്ട്രയുടെ മണ്ണിൽ നിന്ന് തന്നെ ഇല്ലാതാക്കുക. നിങ്ങളതൊരു കാര്യം മനസ്സിലാക്കണം, മഹാരാഷ്ട്രയിൽ മറാത്തികൾക്ക് ഏറ്റവും വലിയ ഉത്തേജനമായിരുന്നു ബാൽ താക്കറെ. ബാൽ താക്കറയുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് മോദി ഗുജറാത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ വരെ ബാൽ താക്കറയെ വളരെ ശക്തമായി അദ്ദേഹം ഹിന്ദു ഐഡിയോളജിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയിരുന്ന വ്യക്തി തന്നെയാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, അദ്ദേഹം പറയുന്ന പ്രവർത്തികളെല്ലാം വളരെ സ്ഫുടമായിരുന്നു. അതിനകത്ത് ഒളിപ്പിച്ചു വെച്ച് ഒന്നും പറയാറില്ല. അദ്ദേഹം പറയുന്നത് എന്തോ ആ രീതിയിൽ തന്നെ ചെയ്യുക. ഒരു കാർട്ടൂണിസ്റ്റ് ആയിരുന്ന, അതിനേക്കാൾ ഉപരിയായി പത്രമാധ്യമ ധർമ്മം എന്താണ് എന്നൊക്കെ അറിയുന്ന ഒരു പാരമ്പര്യമുള്ള നേതാവ്. അദ്ദേഹത്തിൻ്റെ മകൻ BJP-യുടെ ഇപ്പോഴത്തെ പോക്ക് ശരിയല്ല, BJP-യുടെ അജണ്ട എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് സഞ്ജയ് റാവത്തും അദ്ദേഹവും കൂടി BJP-യുമായി തെറ്റിപ്പിരിഞ്ഞത്. അന്നു മുതലേ ദേവേന്ദ്ര ഫട്നാവിസും അവിടുത്തെ ചന്ദ്രകാന്ത് പാട്ടീൽ അടക്കമുള്ള പ്രമുഖ നേതാക്കൾ BJP എങ്ങനെ തകർക്കണം, എങ്ങനെ പണി കൊടുക്കണം എന്നത് ചിന്തിച്ചുകൊണ്ടേ നടക്കുക. അമിത്ഷാ ജനിച്ചതും അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലവുമെല്ലാം മുംബൈ പ്രദേശത്തായിരുന്നു. മുംബൈയിലുള്ള കണക്ഷനുകൾ ഉപയോഗിച്ചൊക്കെ അദ്ദേഹത്തിൻ്റെതായ കളികൾ കളിക്കുന്നുണ്ട്. എത്രയൊക്കെ ഗുജറാത്തിൽ ആധിപത്യം ഉണ്ട് എന്ന് പറയുമ്പോഴും അമിത്ഷായുടെ ആഗ്രഹം എന്ന് പറയുന്നത് മഹാരാഷ്ട്രയുടെ കടിഞ്ഞാൺ തൻ്റെ കയ്യിൽ എത്തണം എന്നതാണ്. പക്ഷെ അതിന് ഒരു കാരണവശാലും ഗഡ്കരി സമ്മതിക്കുന്നില്ല. ഗഡ്കരി എന്നത് നാഗ്പൂരിലെ കിരീടം വയ്ക്കാത്ത രാജാവാണ്. ദേവേന്ദ്ര ഫട്നാവിസ് എത്രയൊക്കെ നാഗ്പൂരിലെ അധിപനാണ്, നാഗ്പൂരിലെ മുൻ മേയറൊക്കെ ആയിരുന്നെങ്കിലും അദ്ദേഹത്തിനെ തോൽപ്പിക്കാനുള്ള ഒരു കരിസ്മ അല്ലെങ്കിൽ അതിനുള്ള ഒരു ഓറ, ഒരു നാച്ചുറൽ ഓറ അദ്ദേഹം ഇതുവരെയും സിദ്ധിച്ചെടുത്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. അമിത്ഷാ ശക്തമായി തൻ്റെ മന്ത്രിസഭയിലെ 1-ാം നമ്പർ ശത്രുവായി കണക്കാക്കുന്നത് നിതിൻ ഗഡ്കരിയാണ്, മറ്റാരെയുമല്ല. മറ്റ് ഏത് നേതാവിനെയും അദ്ദേഹത്തിന് ഭയമില്ല. മറ്റാരെയും വേണമെങ്കിലും വെട്ടി അദ്ദേഹത്തിന് മുൻപന്തിയിലേക്ക് എത്താൻ പറ്റും. പക്ഷെ നിതിൻ ഗഡ്കരിയോട് അടങ്ങാത്ത പകയുണ്ട് എന്നുള്ളത് സത്യമാണ്. ഒരേ പാർട്ടിയാണ്, ഒരേ സംവിധാനമാണ് എന്നൊക്കെ പറയുമ്പോൾ, കാരണം പല സന്ദർഭങ്ങളിലും നിതിൻ ഗഡ്കരി അമിത്ഷായെ പറയാതെ കടന്നാക്രമിച്ചിട്ടുണ്ട്, ഇൻഡയറക്റ്റായി ആക്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം.